ഹായ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ ആഴ്ച എന്താണ് സംഭവിച്ചത്, കഴിഞ്ഞ വീക്കിലി അനാലിസിൽ നമ്മളെന്താ സംസാരിച്ച്, ഈ ആഴ്ചത്തെ എന്താ സംഭവിച്ചത്, ഇനി അടുത്ത ആഴ്ച എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം അതിന് മുന്നായിട്ട് ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ പോസ്റ്റ് മാർക്കറ്റ് ചെയ്തില്ല, അപ്പോൾ അതിനകത്ത് തന്നെ ഇതുകൂടെ നമുക്ക് പറഞ്ഞങ്ങ് പോയിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് എന്താണ്, നമുക്കൊരു ഗ്യാപ്പപ്പാണ് തന്നത് അല്ലേ, ചെറിയൊരു ഗ്യാപ്പപ്പ് തന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എങ്കിൽ തന്നെ ഇവിടുന്ന് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിലുണ്ട് അല്ലേ, ഓൾമോസ്റ്റ് ഫുൾ ബോഡി. ആ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മുടെ ഫസ്റ്റ് ലൈനും ക്രോസ് ചെയ്ത് സെക്കൻഡ് ലൈനും ക്രോസ് ചെയ്താണ് ക്ലോസ് ചെയ്തത്, ശരിയല്ലേ? ഞാൻ ഇന്നലെ എന്താ പറഞ്ഞു, ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്യുവാണെങ്കിൽ ലൈൻ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, ഇത് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി നോക്കിയിട്ട് നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇത് ക്രോസ് ചെയ്ത് രണ്ടാമത്തെ ലൈൻ ക്രോസ് ചെയ്താണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ഒരു ട്രേഡ് കൺഫേമായി, നമുക്കിനി ഇവിടുന്ന് ഒരു സി എടുക്കാം. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ലൈനായിട്ട് പരിഗണിക്കാം, ശരിയല്ലേ? കാരണം ഇതും ക്രോസ് ചെയ്താണ് മുകളിലോട്ട് പോയത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇത് പരിഗണിച്ചുകൊണ്ട് വേണം നമുക്കിവിടെ ട്രേഡ് എടുക്കാം. നോക്കിക്കേ, ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് വളരെ സുഖസുന്ദരമായി ഒരു നോൺ സ്റ്റോപ്പ് റാലി ആയിരുന്നു അല്ലേ, നോൺ സ്റ്റോപ്പ് റാലി. നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് എവിടെയും അടിക്കാതെ നമുക്ക് ഇവിടം വരെ ഏകദേശം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര ശതമാനമാണ്, നമുക്ക് ഇവിടം വരെ സുഖസുന്ദരമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഏകദേശം 177 പോയിൻ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം. അപ്പം അത്രയ്ക്ക് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്നുള്ളത്. കാരണം നമ്മുടെ സ്ട്രാറ്റജി എല്ലാം വളരെ കറക്റ്റായിരുന്നു. നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി, നമുക്ക് ഇവിടം വരെ സുഖമായിട്ട് നമുക്കൊരു ട്രേഡ്, ഒറ്റ ട്രേഡ് മതിയായിരുന്നു. ഇതുപോലൊക്കെ അവസരങ്ങൾ വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. ഇവിടുന്ന് വരെ നമുക്ക് സൂപ്പറായിട്ടൊരു ട്രേഡ് കിട്ടി. ഓക്കെ, അതായിരുന്നു ഇന്നത്തെ സിനാരിയോ. അപ്പം സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, ക്യാപ്ചർ ചെയ്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു തരാം. ഓക്കെ, അപ്പം ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ കാര്യം അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, നമുക്കപ്പം വീക്കിലി അനാലിസിലേക്ക് കിടക്കാം. വീക്കിലി അനാലിസിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സംഭവം ഡേയിലോട്ട് മാറ്റണം. ഇത് 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താണ് പറഞ്ഞത്, നോക്കി ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം, ഇതൊന്നും വേണ്ട. ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് എല്ലാം പോട്ടെ, ഒന്നും വേണ്ട. ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമ്മളെന്താ സംസാരിച്ചേ, നമ്മുടെ ടാർഗറ്റ് ഇതുവരായിട്ട് എത്തിയിട്ടില്ല. നമ്മുടെ ടാർഗറ്റ് എന്താണ്, ഇതാണ്, ഈ ട്രെൻഡ് ലൈനാണ് നമ്മുടെ ടാർഗറ്റ് അല്ലേ. നോക്കിക്കേ, ടാർഗറ്റ് ഇതുവരായിട്ട് നമുക്ക് എത്തിയിട്ടില്ല അല്ലേ. ഇതാണ് നമ്മൾ വരച്ചിട്ടിരുന്ന ട്രെൻഡ് ലൈൻ, ശരിയല്ലേ? ഇതാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ. അപ്പം ഈ ട്രെൻഡ് ലൈന് എന്ന് ക്രോസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു, അന്നായിരിക്കും ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ആരംഭിക്കുന്നത്. മിഡ് ക്യാപ്പിൻ്റെ അടുത്ത സ്റ്റേജ് ആരംഭിക്കുന്നത് ഈ ട്രെൻഡ് ലൈൻ എന്ന് ക്രോസ് ചെയ്തൊരു ഡേ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നു, അന്നേ നമുക്ക് ഫർദർ ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ബുള്ളിഷ് മൊമെൻറ്റം ഈ പറയുന്ന പോലെ ഈ ട്രെൻഡ് ലൈൻ വരെ പോകാൻ സാധ്യതയുള്ളൂ. അത് നമുക്കിപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇതിൻ്റെ മൊമെൻറ്റം എവിടെയാണ്. ഇത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമോ അതോ ഇവിടുന്ന് നേരെ തിരിച്ച് പണ്ട് എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഇത് നേരെ തിരിച്ച് വരുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് എന്ന് പറ്റും, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ഇന്നിപ്പം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം US മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബുള്ളിഷ് മൊമെൻറ്റ് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാളെ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. അപ്പം പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് സംഭവം.
ഈ ട്രെൻഡ് ലൈൻ എന്ന് ക്രോസ് ചെയ്യുന്നോ അന്നായിരിക്കും അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് മിഡ് ക്യാപ്പ് കിടക്കുക. അതായത് ഒരു 13,000 ശേഷം 13,000 താണ്ടി പോവോ ഇല്ലയോ എന്നുള്ളത് 12,950 13,000 അടുത്ത റേഞ്ച്. ആ റേഞ്ച് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ അടുത്തൊരു മൊമെൻറ്റം കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിലി നമ്മൾ ഈ ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ബുള്ളിഷ് മർബോസുമാണ്. ഈ ക്യാൻഡലിനെ പറ്റി പിന്നെ ഞാൻ പ്രൈസ് ആക്ഷനിൽ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നാൽ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, ഇതിൻ്റെ ഈ ക്യാൻഡലിൽ വരാണ് ബുള്ളിഷ് മർബോസു. ഇങ്ങനൊരു ഈ ക്യാൻഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതിന് വിക്കില്ല. വിക്ക് വളരെ ചെറിയ പൊടി പോലൊരു വിക്ക് മാത്രമല്ല, അത് നമ്മൾ കണക്കൂട്ടുന്ന കാര്യമില്ല. ഇതൊരു ഫുൾ ബോഡി ക്യാൻഡിൽ അല്ലേ, ഫുൾ ബോഡി ക്യാൻഡിലാണ്. ഇങ്ങനെയുള്ള ക്യാൻഡിൽ വരുന്ന അവസരങ്ങളിൽ 80%, 20% നമുക്ക് വിടാം. കാരണം 100% ഒരിടത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം 80% മാർക്കറ്റ് ഇവിടുന്ന് പിന്നെ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇങ്ങനൊരു ക്യാൻഡിലൂടെ വന്നുകൊണ്ട്. കാരണം ഒരു വലിയ ഡൗൺ സൈഡ് പോയിട്ട് പിന്നെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ, അതിന് ശേഷമാണ് ഈ ഒരു ബുള്ളിഷ് മർബോസു വീണിക്കുന്നത്. അപ്പോൾ ഈ ബുള്ളിഷ് മർബോസുവിൻ്റെ അർത്ഥം മാർക്കറ്റ് ഇനി ഫർദർ മുകളിലോട്ട് പോകും എന്നാണ് ഈ ബുള്ളിഷ് മർബോസു കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ പ്രീവിയസ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നോക്കാം, ഇത് റിജക്ഷനാണ്, ഇത് മർബോസ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും മർബോസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഇതൊരു മർബോസുമാണ് ഇല്ലേ, ഇതൊരു മർബോസുമാണ്. അവിടെ നിന്ന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി ഇവിടം വരെ പോയി ഇല്ലേ. മാർക്കറ്റ് റെഡ് ക്യാൻഡിലുകളാണ് കാണുന്നെങ്കിൽ എല്ലാം ക്ലോസിങ് മുകളിലാണ് ഇല്ലേ, ഇതെല്ലാം മുകളിലോട്ടാണ്. അപ്പോൾ ഈ മർബോസിന് സബ്സിക്വൻ്റായിട്ട് വന്ന ക്യാൻഡിലുകളെല്ലാം എന്ത് ചെയ്ത് ഈ മർബോസിൻ്റെ താഴെ ക്ലോസ് ചെയ്തില്ല. മർബോസിൻ്റെ താഴെ ഒരു ഹാഫിന് പോലും വന്ന് ക്ലോസ് ചെയ്തിട്ടില്ല. അതിനെല്ലാം മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. ഇനി നമുക്ക് പുറകോട്ട് നോക്കാം. ഇത് മർബോസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ അല്ലേ. അതിന് ശേഷം നോക്കിയാൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ മർബോസ് വേറെ നല്ല മർബോസ് ഉണ്ടെന്ന് നോക്കാം. പുറകോട്ട് പോയി നോക്കാം. ഇതൊരു മർബോസാണ് കണ്ടോ, ഇതൊരു ഫുൾ ബോഡി ക്യാൻഡിൽ അല്ലേ. ഇതിപ്പോൾ ചെറുതാക്കി കാണണ്ടോ, വലുതാക്കി കാണുകയാണെന്നുണ്ടോ. ഇതൊരു ഫുൾ ഒരു മർബോസ്. അതിന് ശേഷം നോക്കിയാൽ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി ഇല്ലേ. ഇവിടെ നോക്ക്, ഇതൊരു മർബോസോ, ഇതൊരു മർബോസോ നോക്കുക, ഫുൾ മർബോസോ. ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് വളരെ അടിപൊളിയായിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ടാണ് പോയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മർബോസ് എപ്പം വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം പഠിച്ചല്ലോ, ഒരു പിന്നെ എന്താ പറയുന്നത്, ഒരു ക്യാൻഡിലിനെ പറ്റി പഠിച്ചല്ലോ, ഒരു പാറ്റേണിനെ പറ്റി പഠിച്ചല്ലോ. ഈ പാറ്റേണാണ് ക്യാൻഡിൽസ് ഫോർമേഷനാണ്, ഇതിൻ്റെ പേരാണ് മർബോസു, ബുള്ളിഷ് മർബോസ്. അതുപോലെ തന്നെയാണ് ബെയറിഷ് മർബോസു. റെഡ് ക്യാൻഡിലുമാണ് നേരെ താഴോട്ട്. അപ്പം ഈ മർബോസ് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ അർത്ഥമാക്കേണ്ടത് മാർക്കറ്റ് ഇനി ഫർദർ മുകളിലോട്ട് പോകും. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ പ്രൈസ് ആക്ഷൻ വഴി മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രൈസ് ആക്ഷൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ല, എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. പ്രൈസ് ആക്ഷൻ 2 ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 3ാമത്തെ ക്ലാസ് വരുന്നുണ്ട്. ആ 3ാമത്തെ ക്ലാസ്സിനകത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വരയ്ക്കാൻ പഠിക്കണ്ടേ, ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എങ്ങനെ വരയ്ക്കാം. അപ്പം അടുത്ത പ്രൈസ് ആക്ഷൻ ക്ലാസ്സിനകത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡിംഗ് വ്യൂവിനകത്തിൽ എങ്ങനെ വരയ്ക്കാം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത പ്രൈസ് ആക്ഷൻ്റെ ക്ലാസ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ ആഴ്ച തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. പഴയത് കാണാത്തവരും അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മളപ്പോൾ പറഞ്ഞു വന്നത് മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഈ ഒരു ക്യാൻഡിൽ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12,950 13,000 ആ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഈ വീക്കിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. 13,000 മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഫർദർ മൂവ് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഈ ആഴ്ച ഈ ട്രെൻഡ് ലൈനെ തട്ടി തിരിച്ചു വരാനുള്ള സാധ്യതയാണ്. പ്രീവിയസ് ചാർട്ടിൻ്റെ അനലൈസ് വെച്ചും ഇതിൻ്റെ പ്രീവിയസ് പാറ്റേൺ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ട്രെൻഡ് ലൈൻ തട്ടി നേരെ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് ഇവിടുന്ന് പോയി ഇങ്ങനെ തിരിച്ചു വരാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ ചിലപ്പോൾ ഇവിടം വരെ വരാനുള്ള സാധ്യതയാണ്
നമ്മൾ കാണുന്നത്. ഇതല്ലേ പ്രീവിയസ് വീക്കിലി ക്യാൻഡിൽ ഇതല്ലേ കാണുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലിരിക്കേണ്ട സംഗതി. അല്ല, ഇവിടുന്ന് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോകും. വേണമെങ്കിൽ നമുക്ക് വീക്കിലി ക്യാൻഡിലായിട്ടൊന്ന് നോക്കാം. വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി ക്യാൻഡിലാണെങ്കിൽ നോക്കിയേ, പ്രീവിയസ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തേക്കാണ്. ഈ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻഗൾഫിങ് ക്യാൻഡിൽ എന്ന് പറയും. അതായത് പ്രീവിയസ് ക്യാൻഡിലിനെ ഫുള്ളായിട്ട് കവർ ചെയ്തേക്കുക. ഉണ്ടോ? ഫുള്ളായിട്ട് കവർ ചെയ്തേക്കുകയാണ്. അപ്പോൾ വീക്കിലി നോക്കി കഴിഞ്ഞാൽ ഇതൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ്. കാരണം ബുള്ളിഷ് എൻഗൾഫിങ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അതായത് പ്രീവിയസ് ക്യാൻഡിലിനെ ഇത് എൻഗൾഫ് ചെയ്തേക്കാണ്. മനസ്സിലായി? അത് ഫുള്ളായിട്ട് കവർ ചെയ്തേക്കാണ്. അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ ക്യാൻഡിലിനെ പുതിയ ക്യാൻഡിൽ വിഴുങ്ങി. അതാണ് കറക്റ്റ് എൻ്റെ ഭാഷ, പച്ച മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ക്യാൻഡിലിനെ വിഴുങ്ങി, അതിനാണ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വിഴുങ്ങി എന്ത് ചെയ്യും? പിന്നെ ഇവിടുന്ന് ഫർദർ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അത് എവിടം വരെ പോകും എന്നുള്ളത് നമ്മൾ കണ്ട് അറിയണം. അതിന് ഒരാഴ്ച കൂടെ കാത്തിരുന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീക്കിലി ആണെങ്കിലും ഡെയിലി ആണെങ്കിലും മാർക്കറ്റ് ഒരു മിഡ് ക്യാപ്പ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ്. ആ ബുള്ളിഷ് മൊമെൻറ്റം എവിടം വരെ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം അതിനകത്തിൽ ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റോക്സിൻ്റെ കാര്യം കൂടെ നമ്മൾ നോക്കിയെങ്കിലേ കുറച്ചുകൂടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. മാർക്കറ്റ് ഇവിടുന്ന് തട്ടി തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. ഇല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്തൊരു സ്ട്രോങ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫർദറായിട്ട് മേലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഒരു 3-4 സപ്പോർട്ടിംഗ് ആയിട്ടുള്ള 3-4 സ്റ്റോക്സും കൂടെ നോക്കാം. നമുക്ക് ഇൻഡി ഹോട്ടൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അല്ലേ? നോക്കിയേ, കറക്റ്റായിട്ട് ഇവിടം വരെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറി. നോക്കി 1, 2, 3, 4, 5. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത് ഇവിടെയാണ് ക്ലോസ് ചെയ്തത് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ല മൊമെൻറ്റം കിട്ടി. ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് മേലോട്ട് കയറി. ഇത് ഇൻഡി ഹോട്ടൽ. ഓക്കെ, ഈ ബേസും പോയിട്ട് നമ്മൾ ഈ ബേസ് വരച്ചിട്ടിരുന്നത് അല്ലേ? ഈ ബേസിന് താഴെയാണ് ഇത് ക്ലോസ് ചെയ്തിരുന്നത്. ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റ് വന്ന് ഈ ബേസിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തു അടുത്ത ദിവസം തന്നെ. പിന്നെ അവിടുന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റ് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ അതും ഒരു ബുള്ളിഷ് മൊമെൻറ്റുമാണ്. പക്ഷെങ്കിൽ അതും ഈ പറയുന്ന പോലെ തന്നെ അവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈനിൽ തട്ടി തിരിച്ചു വരുമോ മേലോട്ട് പോകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള സ്റ്റോക്കാണ് ഇൻഡി ഹോട്ടൽ. അപ്പോൾ അത് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്ത് അടിച്ച് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് സംഭവിക്കാം? ഇവിടുന്ന് നേരെ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മിഡ് ക്യാപ്പും താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ കുമിൻസ് ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം വരച്ചിരുന്ന ലൈനിൽ കണ്ടോ? കറക്റ്റായിട്ട് അവിടെ സപ്പോർട്ട് എടുത്തു. ഇത് 1, 2, 3, 4, 5. ഇത് ലാസ്റ്റ് വീക്കിലെ ഫ്രൈഡേയിലെ ക്യാൻഡിൽ ഇതായിരുന്നു. ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് ഇവിടം വരെ ഈ സപ്പോർട്ട് എടുത്തിട്ട് ഉണ്ടോ? നെക്സ്റ്റ് ഡേയിൽ ഇത് സപ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറി ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്കാണ് അതും പോകുന്നത്. അതിനും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫർദർ ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും പഴയ ഓൾ ടൈം ഹൈയിലേക്ക് പോകും. 4000 ക്രോസ് ചെയ്യണം. 4000 സൈക്കോളജിക്കൽ ഒരു റെസിസ്റ്റൻസ് ആണ്. ആ 3865 ഒരു സപ്പോർട്ടുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അത് ക്രോസ് ചെയ്ത് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ മൂവ് അവിടെ പ്രതീക്ഷിക്കാം. പിന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. അത് കഴിഞ്ഞ ആഴ്ച ഓൾ ടൈം ഹൈ ആയിരുന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് വന്നിട്ട് വീണ്ടും പഴയ ഇതിലോട്ട് പോവുകയാണ്. പക്ഷേ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അത് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് മേലോട്ട് താഴോട്ട് പോകുക എന്നുള്ളത് നോക്കണം. കാരണം ഈ ആഴ്ച ഇതിൻ്റെയൊക്കെ റിസൾട്ടും കൂടെ നോക്കണം കേട്ടോ. ഇതിന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും കാര്യം. ഇതിൻ്റെ റിസൾട്ട് ബേസ്ഡ് ആയിരിക്കും മൊമെൻറ്റം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഈ ആഴ്ചയ്ക്ക് ഇതിൻ്റെ റിസൾട്ട് ഡേറ്റ് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചിട്ട് ആ റിസൾട്ടും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. അവർക്ക് അടുത്ത ഭാരത് ബോർജും നോക്കിയാലും നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റത്തിലാണ്. ഇതുപോലെ നോക്കി നല്ല കറക്റ്റായിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. അവിടെ ട്രെൻഡ് ലൈനിൽ വന്ന് തട്ടി നേരെ തിരിച്ച് കയറുന്ന ഒരു കയറ്റമാണ്. പോവുകയാണെന്നുണ്ടെങ്കിൽ 1805 ചെന്ന് നിൽക്കണം. പക്ഷേ അവിടെ വരെ ചെല്ലുവോ ഇല്ലെന്നുള്ള കാര്യം ഡിപ്പെൻഡ് ഓൺ ഇവരുടെ റിസൾട്ടും കൂടെ നോക്കണം. റിസൾട്ട് വന്നോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഫെഡറൽ ബാങ്കിങ് ഭയങ്കര ബുള്ളിഷായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിനുശേഷം നേരെ തിരിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ നോക്കിയാണ്. എല്ലാം ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം നല്ല ബുള്ളിഷ് മൊമെൻറ്റത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പറയാനുള്ള സംഗതികൾ. അപ്പം ഞാൻ ഈ ആഴ്ചത്തെ വീക്ക് അനാലിസിലെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
നമ്മളൊരു പുതിയ ഒരു ക്യാൻഡിലൂടെ പഠിച്ചു, ബുള്ളിഷ് മർബോസു പഠിച്ചു അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത തിങ്കളാഴ്ച ഇനി മാർക്കറ്റ് തുറക്കുവാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് കൂടെ നമുക്ക് നോക്കാം. അത് നമുക്കൊരു 5 മിനിറ്റ്സ് ചാർട്ടിലേക്ക് പോവാം. 5 മിനിറ്റ്സ് ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പം ഒരു ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ പഴയ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഇത് ട്രെൻഡ് ലൈനാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പം ഇതങ്ങ് എഡിറ്റ് ചെയ്ത് കളയാം. ഈ ട്രെൻഡ് ലൈന് ഞാൻ പറഞ്ഞല്ലോ, വീക്കിലിയിൽ ഇത് ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ ഡെയിലി ഇത് ക്രോസ് ചെയ്യണം. ആ ക്രോസിംഗ് ആണ് നമ്മുടെ ഒരു വലിയ വെല്ലുവിളി. അപ്പം അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇനി ഒരു സപ്പോർട്ടെന്ന് പറയാൻ ഇതൊരു സപ്പോർട്ടായിരുന്നു. ഈ സപ്പോർട്ട് ഇനിയിപ്പം ഇൻവാലിഡ് ആയെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവനെ നമുക്ക് നേരെ ഇത് ഇൻവാലിഡായി, നമുക്ക് നേരെ ഇവനെ ഇവിടെ വെക്കാം. ഒരു സപ്പോർട്ടാണിത്. ഓക്കെ, അപ്പം നമുക്ക് അവനെ ഒരു സപ്പോർട്ടായിട്ട് കണക്കാക്കാം, ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം, ഈ സംഭവം. ഓക്കെ, ഇനി മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഇതാണ് ഓൾ ടൈം ഹൈ എന്ന് പറയാൻ. അതിൻ്റെ ഇന്നത്തെ ഹൈ ഇതാണ് അല്ലേ. ഈ ഹൈ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയാൽ, നമുക്ക് ട്രേഡ് എടുക്കാം. നമ്മുടെ ഈ 12,800 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 12,800 വരെ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, എൻ്റെ ലോജിക് കൂടെ പറയാം വേണം. ഇപ്പോൾ ഉടനെ കമൻറ്റ് വരും, എങ്ങനെ നിങ്ങൾ 12,800 കണ്ടുപിടിച്ചു? 12,800 കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് 12,800 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടുന്ന് മാർക്കറ്റ് അവിടെ ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിൽ ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 12,800 അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ അതൊന്നും നാളെ തിങ്കളാഴ്ച ഒന്നും സംഭവിക്കത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എല്ലാം ഒരു ഹ്യൂജ് ഗ്യാപ്പൊക്കെ കിട്ടി അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രോസ് ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ് തിങ്കളാഴ്ചത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്രയും വരെ അവിടെ നിൽക്കട്ടെ. അല്ല ഇവിടുന്ന് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നേരെ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ള ഡൗൺ ട്രെൻഡ് പറയാനുള്ള സംഭവം. ഇവിടെ വാലിഡാണെന്ന് നോക്കട്ടെ. യെസ്, അത് വാലിഡാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് പോയിൻ്റ് നോക്കി നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇവിടുന്ന് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല ഗ്യാപ്പ്. അപ്പോൾ ഇതിപ്പം ഇവിടെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങോട്ടെങ്കിലും ക്രോസ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇവിടെ തട്ടി, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇവിടെ തട്ടി തിരിച്ച് പ്രൈസ് ആക്ഷൻ തിരിച്ചു വരും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മേലോട്ട് പോകും. അത് നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കി മാത്രമേ നമുക്കത് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഇതിന് മുകളിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഗ്യാപ്പ് അപ്പം എന്ന് വിചാരിച്ചു, ഇവിടെ ഗ്യാപ്പ് അപ്പം മാർക്കറ്റ് എങ്ങോട്ടേലും ഒന്ന് സെറ്റിൽ ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒന്ന് ഇങ്ങോട്ട് സെറ്റിൽ ആകാൻ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് സെറ്റിൽ ആകാൻ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയൊക്കെയാണ് അടുത്ത ഒരാഴ്ചത്തേക്കുള്ള സംഗതികൾ. അപ്പം നിങ്ങൾ ശരിക്കും പഠിക്കുക, സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പഠിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ എത്ര നാൾ കോൾ കൊണ്ട് ജീവിക്കും? അതുകൊണ്ട് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾ നമുക്ക് ഓരോ ആഴ്ച ഓരോന്നിനെപ്പറ്റി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാം. ആരെ ആശ്രയിക്കാതെ ഇതിനകത്തുള്ള മൊമെൻറ്റങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ശരിക്കും സ്വന്തമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ പ്രൈസ് ആക്ഷൻ പഠിച്ചേക്കത്തുള്ളൂ. ആ പ്രൈസ് ആക്ഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ഈ പ്രൈസ് ആക്ഷൻ്റെ ക്ലാസ്സുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, 1, 2 ഇനി 3-ാമത്തെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുകയും ചെയ്യും. നിങ്ങൾ പിന്നെ ഈ പോസ്റ്റ് മാർക്കറ്റ് എന്നും കാണണം. കാരണം ആ പോസ്റ്റ് മാർക്കറ്റിനകത്തിൽ ഓരോ ദിവസത്തെയും ഓരോരോ മൊമെൻറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഫോം ആവുന്ന ക്യാൻഡിലുകളെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ജസ്റ്റ് ഒന്ന് സമയമുള്ളപ്പോൾ ചുമ്മാ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിലും ഓരോ പാറ്റേൺസ് രൂപപ്പെടുമ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ
ഒന്ന് കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണുന്നത് കിട്ടും കാണുമ്പോൾ, മനസ്സിലായോ? അത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. എന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ചില ബിഹേവിങ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്ക് ശരിക്കും ഒരു W ഫോർമേഷൻ കിട്ടി. പിന്നെ ഒരു വോളിയം ബേസ് നമുക്കൊരു ഒരെണ്ണം കിട്ടി. അങ്ങനെയൊക്കെ പല അവസരങ്ങളും നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും മാർക്കറ്റിൽ അത് ഉപകാരപ്പെടും. ചാൻസ് എപ്പോഴും വരും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരാഴ്ച പഠിക്കുക, അനലൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, പ്രൈസ് ആക്ഷൻ എൻ്റെ വീഡിയോ 2 ദിവസത്തിനകം ഞാൻ ലോഡ് ചെയ്യും, അതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭ ആഴ്ച ആശംസിക്കുന്നു. എൻജോയ് വിത്ത് യുവർ ഫാമിലി. ഓക്കെ, താങ്ക് യു ഓൾ.